മലപ്പുറം തിരൂരങ്ങാടി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഹെൽമറ്റ് ധരിച്ചെത്തിയാണ് പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചത്. കഴിഞ്ഞ കൗൺസിൽ യോഗത്തിലെ സംഘർഷത്തെ തുടർന്നാണ് പ്രതിപക്ഷാംഗങ്ങൾ ഹെൽമറ്റ് ധരിച്ചെത്തിയത്. നഗരസഭയുടെ വെഞ്ചാലിയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിലെ മാലിന്യം നീക്കം ചെയ്യാതെ കുമിഞ്ഞുകൂടിയത് വാർത്തയായിരുന്നു. ഇതിനു പിന്നാലെ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായി ഭരണസമിതി അംഗങ്ങൾ വാക്കേറ്റമുണ്ടായി. ഇതേ തുടർന്നാണ് പ്രതിഷേധ സൂചകമായി പ്രതിപക്ഷാംഗങ്ങളായ CM അലി, നദീറ കുന്നത്തേരി, ഉഷ തയ്യിൽ എന്നിവർ ഹെൽമറ്റ് ധരിച്ചെത്തിയത്. നിലവിൽ സംസ്കരണ പ്ലാന്റിലെ മാലിന്യത്തിൽ പകുതി മാത്രമേ നീക്കം ചെയ്തിട്ടുള്ളൂ എന്നും ശേഷിക്കുന്നവ ടാർപ്പായ വിരിച്ച് മറച്ചിരിക്കുകയാണെന്നും CM അലി പറഞ്ഞു. ഭരണസമിതിയിലെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ സ്ഥിരതയില്ലാതെ പരസ്പരം കമ്മിറ്റി മാറുകയാണെന്നും ഇതിന് തടയിടാൻ ഭരണസമിതിക്കോ മുന്നണി നേതൃത്വത്തിനോ കഴിയുന്നില്ലെന്നും CM അലി. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്നൊക്കെ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് സ്വന്തം ഇഷ്ടത്തിന് രാജിവെക്കുക, മറ്റുള്ളവയിൽ ഇഷ്ടയിൽ പോയി ചെയ്യുക, അതൊക്കെ ഒരു നിത്യ സംഭവമായി മാറിയെന്ന് പറഞ്ഞു. ഭരണസമിതിക്കും അവരുടെ പേരിൽ ആക്ഷേപമെടുക്കാൻ കഴിയുന്നില്ല. ഭരണസമിതിയെ നിയന്ത്രിക്കുന്ന പാർട്ടിക്കും അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. അതേസമയം കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ ഭരണകക്ഷി കൗൺസിലർമാർ തന്നെ സംഘർഷമുണ്ടാക്കിയിരുന്നുവെന്നും ഇത്തവണയും ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് സ്വന്തം തടി സംരക്ഷിക്കുന്നതിന് ഹെൽമറ്റ് ധരിച്ചെത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിന് മുമ്പത്തെ കഴിഞ്ഞ കൗൺസിലിൽ ഭരണകക്ഷി കൗൺസിലർമാർ തമ്മിൽ നല്ല അടിയായിരുന്നു. അടിപിടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളെ തടി സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കൗൺസിലിൽ നിന്ന് ഹെൽമെറ്റ് ധരിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ കൗൺസിലർമാരെ മൊത്തം പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. മാലിന്യം കുമിഞ്ഞുകൂടിയതിനെ ചൊല്ലി കൗൺസിൽ യോഗത്തിൽ ഭരണസമിതി അംഗങ്ങളും നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായിരുന്നു. ഇതിനു പിന്നാലെ മാലിന്യം നീക്കം ചെയ്യാനുള്ള നടപടിയും ആരംഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴും മാലിന്യം പൂർണ്ണമായും നീക്കം ചെയ്തിട്ടില്ലെന്നാണ് ആരോപണം. ന്യൂസ് മലയാളം, മലപ്പുറം.